നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഉപരാഷ്ട്രപതി രാജിവെച്ചു, അങ്ങനെ ചില സംഭവവികാസങ്ങളുണ്ട്, അത് ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് ഇന്നലെ പറഞ്ഞല്ലോ, നമ്മുടെ ന്യൂയോർക്ക് ഗവർണർ മംദാനിയുടെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം കോട്ട് ചെയ്ത് വലിയ കോളിൽക്കാണ് അമേരിക്കയിൽ. അതായത് രാഷ്ട്രീയ പ്രവർത്തനവും ജിഹാദിന് തുല്യമാണെന്ന് ഒരു വാക്കാണ്. വാട്ട് ഈസ് മീൻ ബൈ ജിഹാദ്? ജിഹാദ് എന്ന വാക്കിന് നേരിട്ട് വാക്കർത്ഥം ധർമ്മസമരം എന്നാണ്. ഇത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ജിഹാദായിട്ട് കണക്കാക്കാം. അവർ ചരിത്രം പറയുന്നത്, ഇപ്പം നടന്നു പോകുന്ന വീട്ടിൽ റോഡിൽ ഒരു മുള്ള് കടയെടുത്ത് മാറ്റിയാലും ഒരു ജിഹാദ് തന്നെയാണ്. അതായത് സമൂഹത്തിന് നല്ലതല്ലേ. അതുപോലെ മറ്റൊരു വാക്കുണ്ടായില്ലോ, ഇതാണ് ഹലാൽ. ഹലാൽ എന്ന വാക്കിനും അർത്ഥം ശുദ്ധമായത് അല്ലെങ്കിൽ അനുവദനീയമായതെന്നാണ്. അല്ല, അതിൽ ഒരു ജാതി മതം ഒന്നും അതിലില്ല. പക്ഷെ അറബി വാക്കായിപ്പോയി. അവിടെയാണ് വിഷയം. കാരണം ഡോക്ടർ പറഞ്ഞ് അല്ലെങ്കിൽ വൈദ്യർ പറഞ്ഞ് ഗുളിക കൊണ്ടുപോയി അരച്ച് നാവിലിടാൻ, പക്ഷെ കേട്ട ആൾ കൊണ്ട് നാഭി നേട്ട് നാഭിക്കിട്ട് രോഗി മരിച്ചു എന്ന് പറയും പോലെ നമ്മൾ മനസ്സിലാക്കിയതിന് തെറ്റാണത്. അതിന് സമുദായം അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ മതം എന്ത് പേഴിച്ചു? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം പൊതുജീവനമാർക്കാം, ഇത് വേറെ വഴി. സത്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് വേണ്ടി ഗുണം ചെയ്യുക എന്നുള്ള അതിൻ്റെ ഒരു അതുപോലെ തന്നെയാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത്. നമ്മൾ ധരിക്കുന്ന ഒരു അപാകതയോ ഒരു വർഗീയതയോ ഒരു തീവ്രവാദം ഒന്നും ആ വാക്കിനില്ല. പക്ഷേ ആ വാക്ക് അറബിയായിപ്പോയി എന്നുള്ളതാണ്. ആ അറബി വാക്ക് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ പണ്ടെന്നോ പ്രസംഗിച്ച ഒരു വാക്ക് കോട്ട് ചെയ്തിട്ട് അത് ദുർവ്യാഖ്യാനിത് വലിയ പ്രചരണം നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ജിഹാദ് എന്ന് കേട്ടാൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇത് അർത്ഥറിയാത്ത മുസ്ലിങ്ങൾ മറ്റ് അമുസ്ലിം വിചാരിക്കുന്നത് ഇതെന്തോ തീവ്രവാദ പ്രവർത്തനമാണ്, മറ്റ് ജാതിക്കാരെ ആക്രമിക്കുന്ന വിഷയമാണ്, അല്ലെങ്കിൽ കൊലപാതകമാണ് എന്നാണ്. അങ്ങനെയൊന്നും അല്ല. ഞാൻ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോടും ജിഹാദിൻ്റെ വാക്ക് അറിയാത്ത ചില മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോടും മറ്റ് അമുസ്ലിം സുഹൃത്തുക്കളോടും പറഞ്ഞ് ഈ രണ്ട് വാക്ക്, ഒന്ന് ജിഹാദ് മീനിങ് ധർമ്മസമരം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ വാക്കർത്ഥം. മറ്റൊന്ന് ഹലാൽ. ഹലാൽ എന്ന് പറഞ്ഞാൽ ശുദ്ധമായത് അല്ലെങ്കിൽ അനുവദനീയമായത്. ഇത് രണ്ടുമാണ്. അപ്പോൾ തെറ്റിദ്ധാരണ മാറിയില്ലേ? അതെല്ലാം സംസാദ് പേരുണ്ടല്ലോ, മംദാനി തിരുത്തിയെടുക്കും. അവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും യഹൂദനും ഒരുമിച്ച് നിന്ന് മംദാനിയെ ജയിപ്പിക്കാൻ നോക്കണം. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കുഴപ്പം, മറ്റൊന്ന് ചില വ്യത്യസ്തമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കി ചെയ്തിട്ട് അത് അവർ തീരുമാനിക്കട്ടെ, നമുക്കെന്ത് കാര്യം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ശശി തരൂരിൻ്റെ കാര്യം. എൻ്റെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ, സഹപ്രവർത്തകരെ, മറ്റ് ഇന്ത്യൻ പൗരന്മാരെ, സമുദായ സ്നേഹികളെ, രാജ്യസ്നേഹികളെ, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് നയിക്കുന്ന രാഹുൽ ഗാന്ധിക്കോ അത് നയിക്കുന്ന ഒരു നേതാവിനും അവൽ ഒരാൾ പോലും രാഷ്ട്രമീമാംസകനില്ലെന്ന് ഞാൻ പറഞ്ഞു. കണക്കുകൾ ഉദ്ധരിച്ചാണ്. എന്താ പറഞ്ഞറിയോ? അതായത് 543 പാർലമെൻറ്റ് അംഗങ്ങളുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാവുന്ന അല്ലെങ്കിൽ ആകാൻ സാധ്യതയുള്ള പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കേവലം മുസ്ലിം ലീഗിന് പ്രാമുഖ്യമുള്ള വയനാട് നിന്ന് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യും പോലെ എളുപ്പത്തിൽ വന്ന് ജയിച്ച് 5-6 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ച് അർമാദിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 100ഓളം സീറ്റാണ് കോൺഗ്രസിന് വടക്കേ ഇന്ത്യയിൽ നഷ്ടപ്പെട്ടത്. ഇത്തവണ അത് 50 സീറ്റായി കുറഞ്ഞ് നഷ്ടം. മൊത്തം 50 സീറ്റ് 100ആയി കിട്ടി. അതിന് പല ഘടകങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒരു ഘടകം, ഈ സെപ്റ്റംബർ 17-ാം തീയതി 75 വയസ്സ് തികയുന്ന മോഡിജി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും എന്നുള്ളൊരു കണക്കുകൂടൽ സമൂഹത്തിനുള്ളിലുണ്ട്, RSനുള്ളിലുണ്ട്. അത് തന്നെയുമല്ല, RSSന്റെ
പ്രത്യയശാസ്ത്രത്തിൽ ഞാൻ RSS പുകഴ്ത്തി പറയുകയും സപ്പോർട്ട് ചെയ്യല്ല. രാജ്യം, അത് കഴിഞ്ഞ് പാർട്ടി, പിന്നെ വ്യക്തിയാണ്. പക്ഷെ മോഡിജിയെ സംബന്ധിച്ച് ആദ്യം അവസാനം പിന്നെയും വരുന്ന മോഡിജി തന്നെ. അതുള്ള മോഡി ഗ്യാരണ്ടി എന്നുള്ളത് അത് ചില RSSകാർക്ക്, പ്രത്യേക RSS നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനാണ് രാജാവ്, ഞാനാണ് ദൈവം. അവസാനം പുള്ളി ദൈവമായിട്ട് വലിയ അഭിനയിച്ചല്ലോ. അതാണ് ട്രിവാൻഡ്രത്ത് വന്നിരുന്നതൊക്കെ, പിന്നെ കന്യാകുമാരിയിൽ വന്ന് ഇത് ചെയ്തതൊക്കെ. അത് ഇഷ്ടപ്പെടാത്ത RSSലെ ഒരു വിഭാഗം ചില മേഖലകളിൽ നിർജ്ജീവമായി. അല്ല, അവർ എതിരൊന്നും ചെയ്തില്ല. അതുകൊണ്ട് കൂടിയാണ് ഈ 50 സീറ്റ് കോൺഗ്രസ് കോൾ കിട്ടിയതും BJPക്ക് 303 നിന്ന് 240 കുറഞ്ഞതും. അല്ലാതെ കോൺഗ്രസിൻ്റെ നേട്ടം മാത്രമല്ല, ഒരു പ്രവർത്തനം മാത്രമല്ല. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. തൻ്റെ മകനാണെങ്കിൽ പോലും തന്നോടൊപ്പം വളർന്ന, മാനസികമായിട്ട് ശാരീരികമായിട്ട് തന്നോടൊപ്പം വളർന്ന താനെന്ന് വിളിക്കാവൂ. അല്ല, മകനാന്ന് ചോദിച്ചാൽ കൊച്ചായി കണ്ണകാര്. ശശി തരൂരിനെ, എവിടെയോ കിടന്ന ഒരു തരൂരിനെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ടന്മാരെന്ന് പറയുമല്ലോ, ഒരു കാര്യം മനസ്സിലാക്കാതെ, ഒരു സ്റ്റഡി ചെയ്യാതെ ദയവായിട്ട് വന്ന് അന്ന് തന്നെ മെമ്പർഷിപ്പ് കൊടുത്ത് ട്രിവാൻഡ്രത്ത് മത്സരിപ്പിച്ചു, ജയിച്ചു. ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം, ഇനി 5ാമത് പ്രാവശ്യം വന്നാൽ ശശി തരൂർ, വേറെ പകരം ആളില്ല. കാരണം അറിയുമോ, നിങ്ങൾ മനസ്സിലാക്കി, കോൺഗ്രസ്സുകാർ തെമ്മാടിത്തരം കഴിവോട് മനസ്സിലാക്കണം. പറയാതിരിക്കാൻ വയ്യ. ശശി തരൂര് മാറിയെന്ന് കണ്ടപ്പോൾ ഉടനെ അടുത്ത പേര് മുരളീധരൻ്റെ പറഞ്ഞത്. സ്വയം പറയിപ്പിക്കുകയാണോ കോൺഗ്രസ് പറഞ്ഞറിയില്ല എന്ന് വേറെ ആണുങ്ങളില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഡൽഹിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു ദളിത് അല്ലെങ്കിൽ ആദിവാസി അല്ലെങ്കിൽ പട്ടികവർഗ പെൺകുട്ടി നിർത്തിയില്ലേ? എങ്ങനെയോ ഒരു പ്രാവശ്യം ജയിച്ചു. അത് CPMൻ്റെ ആ വാക്ക് തെറ്റിക്കൊണ്ടാണ്, വാക്ക് പിഴ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ജയിക്കില്ല, ജയിച്ചു. അത് കഴിഞ്ഞ് എവിടെയിൽ നിന്ന് അവർക്ക് പാകതയില്ല. അതിൽ കോൺഗ്രസ് എതിരാളി നിൽക്കുന്ന, ന്യൂനപക്ഷങ്ങൾ എതിരാളി നിൽക്കുന്ന ഷാജഹാൻ ചക്രവർത്തി പോയി പിന്നെ അവിടെ ആളാന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്ത് അതൊറ്റ തോറ്റ്. എന്താ പിന്നെ കോൺഗ്രസ്സിൽ 2% പട്ടികജാതി പട്ടികവർഗമാണ് കേരളത്തിലുള്ളത്. 8% പിന്നെ പട്ടിക ജാതിയാണ്. ഈ 2% എത്ര ലക്ഷം ആളുണ്ടാവും? അതിൽ 4 കോടി ഉണ്ടെങ്കിൽ 1% ആകുമ്പോൾ 4 ലക്ഷം. അപ്പോൾ 2% ആകുമ്പോൾ 2 ലക്ഷം. ഈ 2 ലക്ഷത്തിൽ ഒരു 50% കൊണ്ട് 1 ലക്ഷം പേരെങ്കിലും പട്ടിക വർഗത്തിൽ നിന്ന് കോൺഗ്രസ് മെമ്പറോ അല്ലെങ്കിൽ കോൺഗ്രസ് മെമ്പറോ ഉണ്ടാവും. അതിൽ ഒരാൾ കിട്ടില്ല. നിങ്ങൾക്ക് വർഷങ്ങളോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾ കിട്ടില്ലേ? ഇല്ല. അത് കിട്ടാതെ ഏതോ കോഡിൽ നിന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് നേരെ ഡൽഹിയിൽ നിന്ന് നൂലിൽ കെട്ടിയിറക്കിയിട്ട് ആ പെണ്ണ് ആദ്യം ജയിച്ചാൽ അറിയാതായിട്ട് ജയിച്ചു പോയതല്ല. അവർ കഴിവൊന്നുമില്ല. രണ്ടാമത് തോറ്റു ഒപ്പിയിട്ട്. കാരണം അവർ പ്രവർത്തി ശരിയായില്ല. കാരണം അവരൊരു മെസ്സേജ് ഇട്ടതിൽ 10,000 ഡിസ്ലൈക്ക് ചെയ്ത്. 10,000 ഡിസ്ലൈക്ക് എന്ന് വെച്ചാൽ എത്ര, ഒരു 4 വോട്ടിച്ച് 40,000 വോട്ടായില്ലേ? അങ്ങനെയല്ലേ? അല്ലെങ്കിൽ 10,000 10 വോട്ടിച്ച് 1 ലക്ഷം വോട്ടായി. അങ്ങനെ 1 ലക്ഷത്തിൽ പേരെ വോട്ട് തോറ്റുപോയത്. അപ്പോൾ കോൺഗ്രസിൻ്റെ കഴിവുകേട് തന്നെയാണ്, ചില സ്വാർത്ഥ താല്പര്യം. അതുപോലെ രാജാവിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സോണിയാഗാന്ധിയെ നയിക്കുന്ന കോക്കസ്, ആ ഗ്രൂപ്പ് എല്ലാ കോൺഗ്രസ് നേതാക്കളും മാറ്റി വിട്ട്, ശരത് പവാർ വിട്ട്, എത്ര ആൾക്കാർ, ഞാൻ പേര് പറയുന്നത്, എത്ര ആൾക്കാർ വിട്ട്, മമതാ ബാനർജി ഉൾപ്പെടെ ഒരുപടി ആൾക്കാർ കോൺഗ്രസ് ഭാഗത്ത് വിട്ട്. കാരണം പുള്ളിയുടെ കീഴിൽ നിൽക്കൂല, അല്ലെങ്കിൽ പുള്ളിക്ക് തടസ്സമായി നിൽക്കുക കണ്ടപ്പോഴും എല്ലാം പിരിഞ്ഞു വിട്ട് ഞാനും മാത്രമായി. അപ്പോൾ എന്തു പറ്റി? കോൺഗ്രസ് ഇല്ലാതെ. ഇത് മഹാരാഷ്ട്ര തോറ്റിപ്പോൾ ഇപ്പോൾ പുള്ളി പറഞ്ഞറിയോ, ബീഹാർ പോലെ കളിക്കുന്നു. എന്തെടോ കളിക്കുന്നത്? നിങ്ങളുടെ കഴിവോടല്ലേ? അത് നോക്കാൻ പ്രാപ്തി വേണം. അപ്പോൾ ഊതി വീർപ്പിച്ച് ബലൂൺ പോലെയൊന്നും വച്ചിട്ട് കാര്യമില്ല. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് രാഷ്ട്രീയപരമായിട്ട് മനസ്സിലാക്കി ഒരു രാഷ്ട്ര മീമാംസകനായിരിക്കണം ദേശീയ നേതാക്കൾ. നമ്മൾ ഇന്ന് കോൺഗ്രസ് നയിക്കാൻ പറ്റിയ ഒരേ ഒരു ആളാണ് ഇന്ത്യയിലുള്ളത്. അത് ശിവകുമാറാണ് കർണാടകയിലെ. ഷാക്കൂല. കാരണം ശിവകുമാറിന് ഗുഡായ്സ് അറിയാം, പണമുണ്ട്, സാമാന്യ രാഷ്ട്രീയം അറിയാം, എങ്ങനെ ചെയ്യുന്നറിയാം. അതിൽ കർണാടക പിടിച്ചെടുത്ത് അങ്ങനെയുള്ള ആളെ ആക്കില്ല. ശശി തരൂരിനെ നിങ്ങൾ കൊണ്ടുവന്നാക്കി. ശശി തരൂരിനെ ആക്കിയത് തന്നെ തെറ്റാണ് പറയുക. എങ്കിലും ആക്കിയാലേക്ക് അയാൾക്ക് മാന്യമായ അക്കോമഡേഷൻ കൊടുക്കണ്ടേ? അത് കൊടുക്കൂല. എനിക്ക് റാം മൂളാൻ പറ്റില്ലാത്തതുകൊണ്ട് അത് പറ്റൂല. അങ്ങനെ മാറ്റി അവസാനം പുള്ളി കുളം തോണ്ടിപ്പോയില്ലേ? എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. 27-ാം തീയതി രാഷ്ട്രകാര്യസമിതി കേരളത്തിൽ കൂടാണ്. 25-ാം തീയതി ശശി തരൂർ കോട്ടയത്ത് പരിപാടിയുണ്ട്.
ദിവസങ്ങളിൽ വളരെ അടുത്താണ്. ഈ 27-ാം തീയതി അൻവറിനെ മുന്നണി ചേർക്കാനുള്ള സാഹചര്യത്തിൽ സതീശൻ എന്തെങ്കിലും കടുംപിടുത്തം പിടിച്ചാൽ പാർട്ടി പിളരും, കോൺഗ്രസ് പാർട്ടി പിളരും. അത് വലിയ നാശത്തിലേക്കും അപകടത്തിൽ ഇറങ്ങും. കാരണം അതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് ഇന്നത്തെ കേരള നേതാക്കൾക്ക് ഇല്ലെന്നേ, ഇന്നത്തെ ദേശീയ നേതാക്കൾക്കില്ല. പണ്ട് കരുണാകരൻ ബുദ്ധിയൊന്നും മനസ്സിലായോ? വല്ലതും മനസ്സിലാകുന്നില്ല കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക്. എന്താണ് ഈഴ് സമുദായത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കി അവരെ ഏൽപ്പിച്ചു. ഒരു മന്ത്രിസ്ഥാനം കൊടുത്ത് 3-4 MLA കൊടുത്തു. നായർ വിഭാഗത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി അവർക്ക് പാർട്ടി ഉണ്ടാക്കി ഒരു മന്ത്രിസ്ഥാനം കൊടുത്ത് 2-3 MLA കൊടുത്ത്. ഇതൊക്കെ ഈ ഈഴ് വിഭാഗത്തിൽ നായർ വിഭാഗത്തെ ഇന്നത്തെ ഈ കോൺഗ്രസ്, ഈ വൃത്തികെട്ട കോൺഗ്രസ് ഉണ്ട്. അത്ര പറയുക, കോൺഗ്രസ് BJP വിടല്ലേ? വെള്ളപ്പള്ളിമാരും BJP വിട്ട് ഈ കോൺഗ്രസ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പോലെ കൊടുത്ത്. ഇപ്പം കംപ്ലീറ്റ് നായർ BJPക്കായി. അത് കാരണം എന്താ? ഈ കോൺഗ്രസ് കഴിവില്ലായ്മയാണ്. കരുണാകരൻ ഒരു ഈക്വലൈസേഷൻ, സമതുലിതാവസ്ഥ അതുണ്ടാക്കി കണ്ട ആളാണ്. കാര്യം നിങ്ങളെപ്പോലെ വലിയ വിദ്യാഭ്യാസമുള്ളതൊന്നുമല്ല, സാധാരണ മനുഷ്യരാണ് നായനാർ, പിന്നെ കരുണാകരനൊക്കെ. പക്ഷെ എങ്കിലും അവർ കാലത്ത് പിടിച്ചു നിർത്തിയില്ലേ? ഉമ്മൻചാണ്ടി ഒരു പരിധി വരെ, ഉമ്മൻചാണ്ടി അവസാന നിമിഷം മണ്ടത്തരം കാണിച്ചു, അത് പറ്റിയ ഉദ്ദേശമുണ്ട്. അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസിനെ ഒരു കാരണവശാലും ഞങ്ങളിവിടെ LDF കൊടുക്കേണ്ട ആവശ്യമില്ല, അത് കരുതി കൂട്ടി കൊടുത്തത്. എന്ത് കാരണം കൊണ്ട് കുഞ്ഞാക്ക ഈ ജോസിനെ LDF നിങ്ങൾ വിട്ടത്? എന്ത് കാരണം? ഞാൻ പറഞ്ഞല്ലോ, ഒരു 5-6 മാസത്തേക്ക് മാണി സാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് കൊടുത്താൽ എന്ത് ആകാശത്തിൽ വീഴുമോ? മാണി സാറിനുള്ള എല്ലാ യോഗ്യതയില്ലേ? അദ്ദേഹം ഒരു വർഗീയവാദിയാണോ? ഒരു കുഴപ്പക്കാരാണോ? പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടികൾക്ക് ഒരു സഹായം ചെയ്ത് കൊടുത്താൽ അതിപ്പോൾ ആരും ചെയ്യില്ലേ? അതെന്താ കുറ്റമുള്ളൂ? അതിൽ പാർട്ടി നിൽക്കുന്നില്ല, പിന്നെ വീട്ടിലിരുത്താൽ പോരെ. അത് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ UDF നേതാക്കളിൽ അല്ലെങ്കിൽ ദേശീയ പ്രതിപക്ഷ നേതാവിൻ്റെ ഒന്നും കഴിവുകളിൽ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മണ്ടത്തര കാണിക്കുന്നവര്. ഇനിയിപ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നു? ഇനി ആരാണ് പരിഹാരം? എന്ത് വില കൊടുത്തും ഭരണം നിലനിർത്താനും BJP ഭരണക്കാനും ശ്രമിക്കുന്നു. പക്ഷേ നമ്മുടെ കോൺഗ്രസ് ആ ചിന്തയൊന്നുമില്ല. ഞാൻ പറയും, ഇപ്പോൾ നല്ലൊരു അവസരം കേരളത്തിൽ നിൽക്കുന്നത്. BD ജയേഷിനെ നല്ല കുറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് മുന്നണിയിൽ നിർത്തുക, എന്നിട്ട് 3-4 സീറ്റ് കൊടുക്കുക, ജയിച്ചു കഴിഞ്ഞാൽ ഒരു ആൾക്ക് മന്ത്രി കൊടുക്കുക. എന്താ കുഴപ്പം? അതാണ് പറഞ്ഞത്. അന്ന് അടിയന്തരാവസ്ഥക്ക് ശേഷം കോൺഗ്രസിൽ താഴെ ഇറക്കാൻ വേണ്ടി നമ്മുടെ അദ്ദേഹം ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയല്ലോ, ജനതാ പാർട്ടി എന്ന് പറഞ്ഞ്. അന്ന് അദ്ദേഹം പറഞ്ഞറിയോ 2 കാര്യം പറഞ്ഞു. ഞാൻ ഇത് എത്രയോ പ്രാവശ്യം പറയുന്നത്, ലോകം മുഴുവൻ പോയിട്ടുണ്ട്, കോൺഗ്രസ് കിട്ടുന്നുണ്ട്. 2 കാര്യം പറഞ്ഞു. ഒന്നാണ്, ഞാൻ ഒരു സ്ഥാനം ഏൽക്കില്ല. പിന്നെന്താണ്? ഇതിൽ കോൺഗ്രസ് വെച്ച് എല്ലാവരും ചേർക്കും. എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞത്, ചേർക്കുന്നല്ല. ഈ 2 കാര്യം പറയാൻ പ്രതിപക്ഷം നയിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എന്താണ് നട്ടില്ലാത്തത്? എന്താണ് കഴിവില്ലാത്തത്? എന്താണ് മനസ്സിലാക്കുന്നത്? അതിനർത്ഥം കോൺഗ്രസ് നേതാക്കൾ അല്ലെ ഇന്നുള്ള പ്രതിപക്ഷ നേതാക്കളിൽ ഒരാൾ പോലും രാഷ്ട്രമീമാംസനില്ല. വാട്ട് മീൻ ബൈ രാഷ്ട്രമീമാംസൻ? അവൻ സൈക്കോളജിസ്റ്റ് ആയിരിക്കണം, അവൻ ഫിലോസഫിസ്റ്റ് ആയിരിക്കണം, അവൻ സയന്റിസ്റ്റ് ആയിരിക്കണം. കാരണം എങ്കിലും നിർത്താൻ പറ്റുള്ളൂ. കാരണം ജനങ്ങളുടെ മാസ് അറിയണം. പൊതുജനങ്ങളുടെ സപ്പോർട്ട്, അവർ വികാരം എന്താണ് അതറിയണം. അതറിഞ്ഞാലേ രാഷ്ട്രീയം നിലനിർത്താൻ പറ്റുള്ളൂ. ഞമ്മള് സൈക്കോളജി എന്ന് പറഞ്ഞത്, ഈ ഭൂമിയിൽ സൈക്കോളജി മനഃശാസ്ത്രം പഠിച്ച വ്യക്തിയിൽ സിഗ്മണ്ട് ഫ്രോയിഡാണ്. ആ സിഗ്മണ്ട് ഫ്രോയിഡ് മനഃശാസ്ത്രം മനസ്സിലാക്കിയില്ല. മനഃശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്തെ ഉന്നത വ്യക്തിയാണ്. അപ്പോഴും സ്റ്റുഡൻറ് തന്നെയാണ്. മുഴുവൻ മനഃശാസ്ത്രം അറിയാവുന്ന ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പിന്നെ ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്ക് ദൈവം അവരുടെ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി അവർക്ക് ചില കാര്യങ്ങൾ ദൈവം നേരിട്ട് കൊടുത്ത്, പഠിച്ചല്ല കൊടുത്ത്. ബാക്കിയുള്ളവരില്ല, ബാക്കിയെല്ലാം മനഃശാസ്ത്ര വിദ്യാർത്ഥികളാണ്. പക്ഷെ ആ മനഃശാസ്ത്രം വെച്ച് പറയുമ്പോൾ ജനങ്ങളുടെ മാൻഡേറ്റ്, ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അത് മനസ്സിലാക്കാനുള്ള കാഴ്ച വരെ ഉൾക്കാഴ്ച വേണം. അതുണ്ടോ കോൺഗ്രസ് നേതാക്കൾക്കുണ്ടോ? ഈ VD സതീഷ് ഉണ്ട്. സതീഷ് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് നയത്തിൽ നിർത്തി അൻവറിനെ കൂടെ നിർത്തണ്ടേ? അൻവറിനെ മാത്രമല്ലെന്നേ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് CPM-ഉം BJP ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടെ നിർത്തണം. ഉള്ള കളിച്ചു നടക്കൂല. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യം നിങ്ങൾക്ക് അധികാരത്തിൽ കയറാൻ നോക്കി നടക്കൂല. കോൺഗ്രസ് ആണ് എന്താണ് BJP ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടെ നിർത്തണം.
അത് അവനെ തൊഴിൽ ഇവിടെ തൊഴില്ല. ഇവിടെ നിങ്ങൾക്കെല്ലാം ഒരു ധാരണ ഉണ്ട്, ജനങ്ങൾ ഞങ്ങളുടെ കയ്യിലേക്ക് എല്ലാം ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഭരണവർഗം ഇല്ലെന്നിവിടെ. വോട്ട് കിട്ടി, ചില സാഹചര്യങ്ങൾ വോട്ട് കിട്ടി, ഭൂരിപക്ഷം കിട്ടി ഭരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ഇല്ലെന്ന്. ഇപ്പൊ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി കുടുംബം, നെഹ്റു കുടുംബം അവരാണ് ഭരിക്കുക, അങ്ങനെയൊന്നും ഇല്ലെന്നേ. അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ഈ ഞാൻ കുറ്റം വന്നാലും എതിർത്താലും വേണ്ടില്ല, ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രിയങ്കയെ കൊണ്ട് ഒരിക്കലും, ഞാൻ തുറന്നു പറയാം, എന്നെ നിങ്ങൾ ഒരിക്കലും ഇന്ത്യ ഭരണത്തെ പിടിച്ചെടുക്കാൻ പറ്റില്ല. മോഡി അല്ലെങ്കിൽ BJP താഴെ വെക്കാനും പറ്റില്ല. കാരണം അവർ കുറ്റമായിട്ട് കാര്യം അവർക്ക് അതേ അറിയുള്ളൂ. ഒറ്റ കാരണം മതിയല്ലോ. നമ്മളൊരു സദ്യക്ക് പിന്നെ ചോറ് വേണം, 10 കിലോ 1 കിലോ അരി വെച്ച്, അല്ലെങ്കിൽ എന്തോന്ന് അറിയാൻ വേണ്ടി എല്ലാ ചോറും നോക്കുമോ? 1 or 2 ചോറ് ഞെക്കി നോക്കും, അപ്പോൾ ഓക്കെ നോക്കും. അപ്പോൾ ഈ ഒറ്റ സംഭവം മതി. ബുദ്ധിയുള്ള ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. 540 സീറ്റല്ലേ ഇന്ത്യൻ പാർലമെന്റിൽ? സംശയമുണ്ടോ? ആർക്കും ചോദിക്കാം. എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്നോട് തല്ലിക്കൊല്ലാം, ഒരു കുഴപ്പമില്ല. 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് 272 സീറ്റ് കിട്ടിയാൽ മാത്രമേ ഭരിക്കാൻ പറ്റൂ. 270 കിട്ടിയാൽ പോലും ഭരിക്കാൻ പറ്റില്ല. അപ്പോഴൊന്ന് കാലുവാരൊക്കെ പോകും. 300 സീറ്റിലും വേണം. പോട്ടെ, 272 സീറ്റ് കിട്ടുന്നിടത്ത് രാഹുൽ ഗാന്ധി നില ക്ലിയറാക്കി. ഏതാണ്? വയനാട് മത്സരിച്ച് 4-5 ലക്ഷം വോട്ട് കിട്ടി ഭൂരിപക്ഷം പാർലമെന്റ് ചെന്ന് ഓക്കെ. അതുകൊണ്ട് ഭരിക്കാൻ പറ്റുമോ? ഭരിക്കണേ 272 സീറ്റ് വേണം. അപ്പോൾ അങ്ങനെ വടക്കേ ഇന്ത്യയിലെ നേതാവായ രാഹുൽ ഗാന്ധിക്ക് അവിടെ നിന്ന് 541 സീറ്റിൽ, ഒരു സീറ്റിൽ 542 സീറ്റിൽ ഒന്നും സുരക്ഷിതമല്ലെന്ന് രേഖാമൂലം തെളിയിച്ചല്ലേ? രേഖാമൂലം തെളിയിക്കല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ UP-യിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ ഡൽഹിയിലോ നിങ്ങൾ ജയിക്കേണ്ടിയിരുന്നത്. അറ്റ്ലീസ്റ്റ് ഡൽഹിയിൽ 1-2 മണ്ഡലം, ഒന്ന് സോണിയാഗാന്ധിക്കും, ഒന്ന് രാഹുൽ ഗാന്ധിക്കും, ഒന്ന് പ്രിയങ്കയ്ക്കും 3 സീറ്റുകൾ നിങ്ങൾക്ക് അവിടെ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലെന്നോ? ആ 3 സീറ്റ് കണ്ടുപിടിച്ചിട്ട് ആ 3 സീറ്റിൽ 24 മണിക്കൂർ അല്ലെങ്കിൽ 90% പേര് കയ്യിലെടുക്കേണ്ട ആ 3 സീറ്റിലെങ്കിലും അത് നിങ്ങൾ വന്ന് മത്സരിച്ച് ഈ മണ്ടൻ ആനണിയിലും മണ്ടൻ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ വാക്ക് കേട്ട് വന്ന് മത്സരിച്ചത് ഈ ലീഗിന്റെ കാലിന്റെ അടിയിൽ വന്നല്ലേ? കാലടിയിൽ എന്ന് പറയാൻ പറ്റില്ല, കാലടിയിൽ വന്നല്ലേ? ഇതൊക്കെ മണ്ടത്തിൽ വേറെ ഉണ്ടോ? നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിടിച്ച് നിങ്ങൾ ഭരിക്കുന്നോ? ഇന്ത്യ ഭരിക്കുന്നോ? നെവർ. കാരണം പിന്നെന്താണ്, നമ്മുടെ മോഡിയെ പൊക്കി പറയല്ല. മോഡി മുഖ്യമന്ത്രി മുതൽ അങ്ങോട്ട് കയറി വന്നത്, മന്ത്രി വന്നത്. ഇതുവരെ ഒരു മന്ത്രി പോലും ആയിട്ടില്ല രാഹുൽ ഗാന്ധി. എനിക്കൊന്നും വേണ്ട, അങ്ങനെയല്ല വേണ്ടത്. രാഷ്ട്രീയം വന്നെങ്കിൽ അമ്മയുടെ കൂടെ ഇപ്പോൾ ഏതെങ്കിലും മന്ത്രി സ്ഥാനം വെച്ചിട്ട് വകുപ്പ് അറിയണം, ഭരണം അറിയണം. അത് ഏതെങ്കിലും സ്റ്റേറ്റിൽ മുഖ്യമന്ത്രി ആകണം. ഒന്നും നിങ്ങൾക്ക് വലിയ കേരളത്തിലേക്ക് വാ, അത് രാഹുൽ ഗാന്ധി കേരളത്തിൽ മുഖ്യമന്ത്രിയാവും, അല്ലെങ്കിൽ പ്രിയങ്ക വാ കേരളത്തിൽ മുഖ്യമന്ത്രിയാവും. രക്ഷയില്ലാതെ തോറ്റ തുല്യാണ് എങ്കിൽ പറയാണ്. എന്നിട്ട് നിങ്ങൾ മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് പറയൂ, എന്നിട്ട് കേന്ദ്ര പ്രധാനമന്ത്രിയാകാം. ഇത് നേരിട്ട് പ്രധാനമന്ത്രിയാകും. രാജീവ് ഗാന്ധി കിട്ടി. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അമ്മയുടെ നിഷ്കളങ്കത കൊണ്ട് അക്കാര്യത്തിൽ നിഷ്കളങ്ക മണ്ടനായി, അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അതാണ് അവരെ മാറ്റുന്നത്, പഞ്ചാബുകാരെ മാറ്റുന്നത്. പഞ്ചാബുകാരുടെ സ്വന്തം അളിയന്മാരാന്ന് പറഞ്ഞ് നടത്തി അവർ വെടിവെച്ചു. ഒന്നും പഞ്ചാബി ഒന്നും അല്ല, അമേരിക്ക ഈച്ചാണ്, അത് വേറെ കാര്യം, ഞാൻ പിന്നെ പറയാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു അപ്രതീക്ഷയായിട്ട് കിട്ടിയെന്നല്ലാതെ പിന്നെ കിട്ടിയോ? പിന്നെ കിട്ടിയില്ല മാത്രം, രണ്ടാമത് കിട്ടിയില്ല മാത്രം, മൂന്നാമത് വന്നപ്പോൾ ആൾ തട്ടിക്കളഞ്ഞു. അമ്മയെ തട്ടി ആരാണ് ആ ഗ്രൂപ്പ്? രാജീവ് ഗാന്ധി തട്ടി. ഇതൊക്കെ അങ്ങനെയല്ല. രാജ്യരേണ പാർത്താൽ ഗുണഭൂത്തി കാൺമാൻ പ്രയാസമല്ല ഈശ്വര ദൃഷ്ടി എന്നേ. നമ്മൾ ആജ്യരയുടെ ക്രമത്തിൽ ഗർഭം ധരിച്ചു വരുമ്പോലെ 1 വന്ന് 2 വന്ന് 3 വന്ന് 4 വന്നില്ല, 10ാം മാസം വരുന്നവരല്ല. അതുപോലെ ആരോ വാർഡ് മെമ്പറായി, കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി, അതിൽ MLA ആയി, ഒരു MP ആയി, പിന്നെ മന്ത്രിയായി, പിന്നെ മുഖ്യമന്ത്രി. അങ്ങനെ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. അങ്ങനെ വേണം നിങ്ങൾ രാഷ്ട്രീയത്തിൽ വരാൻ. അല്ല അമ്മയുടെ അച്ഛനെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ഒരു പണിയും ചെയ്യാതെ, ഒന്നും അധ്വാനിക്കാതെ ഇപ്പൊ KC വേണുഗോപാലിന്റെ നോമിനിയായിട്ട് നിൽക്കല്ലേ? KC വേണുഗോപാൽ എന്ത് പറഞ്ഞു അതുപോലെ നിൽക്കും. അതല്ലടോ രാഹുലെ, നിങ്ങൾ ഇന്ത്യയെ നശിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് 88% വരുന്ന പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങളിൽ BJPക്ക് കൊടുക്കാണ്, RSന് കൊടുക്കാണ്. മനസ്സിലായില്ലേ? അവിടെയാണ് സങ്കടം.
പണ്ട് അമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കാനുള്ള സോണിയാഗാന്ധിക്ക് ആലപ്പുഴക്കാരൻ ജോർജ് എന്ന ഒരാളുണ്ടായി. ആ ജോർജ് എഴുതി കൊടുത്താൽ മാത്രം അന്ന് 10 സെക്കൻഡ് നടത്തുള്ളൂ. ഒരു ദിവസം ജോർജ് ഇല്ലെങ്കിൽ അന്ന് അമ്മക്ക് വയറ്റുവേദനയാണ്. സ്ത്രീകൾക്ക് മെൻസസ് പീരീഡ് ഉള്ള ഇവരുണ്ടോ അത് പത്രക്കാരെ കാണൂല. പക്ഷെ അവരൊരു കാര്യം ചെയ്ത് പത്രക്കാരെ കണ്ടിരുന്നു. നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി പത്രക്കാരെ കാണുന്നില്ല. മണ്ട ശിരോമണിയല്ലേ ചെയ്യുന്നത്, മണ്ടത്തിലാണ് കാണിയത്. ഇത് വിമാനത്തിൽ വരുമ്പോഴേ അടിയിൽ ലേറ്റ് കൊടുത്തേക്കാണ്. അപ്പോൾ ഫയലിൽ അടിയിലെ ലേറ്റ്, ഫയലിൽ അടിയിൽ കാണും. ഒന്നും ചിന്തിക്കുന്നില്ല. എങ്ങനെയാണ് കയറിയെന്ന് നമുക്കറിയാമല്ലോ. എത്ര തെറ്റായ രീതിയിൽ കൂടിയാണ് ആ ഭരണം പിടിച്ചെടുത്തൊക്കെ അറിയാം. നമ്മളതൊന്നും പറയുന്നില്ല. പറഞ്ഞ ചിലർക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രശ്നമാകും. അതുകൊണ്ട് ആരും പറയാത്തതാണ്. അത് അങ്ങോട്ട് തള്ളിക്കളയട്ടെ. പക്ഷെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മികച്ച് ഭരണം പിടിച്ചെടുക്കണോ, നിങ്ങൾ 2 കാര്യങ്ങൾ മിനിമമായിട്ട് ചെയ്യണം. ഒന്ന്, അതിനെ നയിക്കാൻ തീരുമാനിച്ച ആൾ ഒരു സ്ഥാനം ഏൽക്കരുത്. അവർ നിഷ്പക്ഷമായിട്ട് റഫറി ആയിട്ട് നിൽക്കണം. മറ്റൊന്ന്, BJP ഒഴിച്ചു ബാക്കി എല്ലാവരും ഇതിൽ ചേർക്കുകയും ചെയ്യണം. ഈ 2 കാര്യം ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ, ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ വളരെ ഭയാനകമല്ല, ദയനീയമാണ്. ഭയാനക കഴിവുണ്ടല്ലോ, കാരണം തെറ്റാണെങ്കിൽ ഭയമുണ്ട്. ഇത് ദയനീയമാണ്, തോൽവി ലക്ഷമാണ്. എന്താ ഞാൻ പറയുക, ഈ ജനങ്ങൾക്ക് എന്ത് പറ്റി, നേതാക്കൾക്ക് എന്ത് പറ്റി? ഈ സതീശന്റെ ഇപ്പോഴത്തെ പോകുവച്ച് കേരളം ഭരണം പിടിച്ചെടുക്കുന്നുണ്ടോ? ഇനി വേറൊരു കാര്യം പറയാം, സതീഷ് മനസ്സിലായി എന്നൊക്കെയല്ലേ ഇവിടുത്തെ ലീഗ് മണ്ടന്മാർ. ലീഗിന് മനസ്സിലായെന്നല്ല, ലീഗിനിട്ട് കൊട്ടെന്നറിയോ. ലീഗ് മനസ്സിലാക്കണം, കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ലിസ്റ്റിൽ പെടാത്ത ഒരാൾ ആഗ്രഹിക്കുന്നു. ആ ആളാണ് വെള്ളാപ്പള്ളിയെ കൊണ്ട് ഈ ചരട് ഒലിപ്പിക്കുന്നത്. അത് UDF നേതാവ് തന്നെയാണ്. അത് ലീഗിന് മനസ്സിലായെന്നിരിക്കില്ല. എന്താ കാര്യം അറിയുമോ? അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലെ ആളാണെങ്കിൽ എന്നിട്ട് കാന്തപുരത്തെ കുറ്റപ്പെടുത്തുമോ? കാരണം കാന്തപുരം എന്ന് പറഞ്ഞാൽ LDF ചായ നിൽക്കുന്ന ആളാണ്. അപ്പോൾ വെള്ളാപ്പള്ളി കാന്തപുരത്ത് എടുത്തു പറഞ്ഞെങ്കിൽ സാമാന്യ ബുദ്ധിയുണ്ടോ നിങ്ങൾക്ക്? മനഃശാസ്ത്രം അറിയാവോ, ഫിലോസഫി അറിയാവോ, സയൻസ് ശാസ്ത്രം അറിയാവോ? ഇത് കേട്ടോളൂ. അങ്ങനെ UDFിലെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്ന ഒരാളെ വലിയ കോടീശ്വരനാണ്. അയാൾ വിചാരിച്ചാൽ എന്ത് നടക്കും? അയാൾ എല്ലാ സൗകര്യമുണ്ട്. അയാളോട് പോയി വെച്ചാൽ ജയിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ കൂടി പണിയുണ്ട് പുറകിൽ. കാരണം മുസ്ലിം സമുദായത്തിന് മറ്റ് സമുദായങ്ങൾ കിട്ടേണ്ട വോട്ട് കുറച്ചു പോവുക, പരമാവധി മുസ്ലിം സമുദായത്തിൽ MLA കുറക്കുക. ലീഗ് മണ്ടന്മാരെ നിങ്ങളെ മുസ്ലിം വോട്ട്മാരെ മനസ്സിലോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പരമാവധി അമുസ്ലിങ്ങളുടെ വോട്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക്, അത് ലീഗായാലും കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റായാലും കിട്ടാതിരിക്കുക. അങ്ങനെ അവർ MLA എണ്ണം കുറക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധി ഉണ്ടെങ്കിൽ കുഞ്ഞാക്ക, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മത്സരിക്കരുത്. നിങ്ങൾ മറ്റുള്ളവരെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു MLA രാജിവെപ്പിച്ചാൽ പോലെ. നിങ്ങൾ വിചാരിച്ചാൽ ഇന്ന് കേരളത്തിൽ 10-18 സീറ്റിൽ എവിടെ നമുക്ക് ജയിക്കും? നിങ്ങൾ മാത്രം മതി, വേറെ ആരും സപ്പോർട്ടിൽ ജയിക്കും. ഒരു 10-12 സീറ്റിലും ജയിക്കും. അപ്പോൾ ഒരു സീറ്റ് കിട്ടാൻ പ്രയാസമുണ്ടോ? അതൊക്കെ അല്ലടോ ഫിലോസഫി, അതൊക്കെ അല്ലടോ സയൻസ്, അതൊക്കെ അല്ലടോ മനഃശാസ്ത്രം, രാഷ്ട്രമീമാംസകൻ. എനിക്ക് തോന്നാൽ, എൻ്റെ ഗ്രൂപ്പ് തോന്നിയ ഈ ബുദ്ധി പോലും നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. നിങ്ങൾ അല്ലെങ്കിൽ പാർലമെന്റിൽ നിന്ന് രാജിവെച്ച് കേരളത്തിൽ കഴിഞ്ഞ മത്സരിക്കാൻ വരുമോ? നിങ്ങൾ എന്നിട്ട് രാജിവെച്ചത്, നിങ്ങൾ രാജിവെക്കാൻ മത്സരിച്ചാൽ പോരെ? അപ്പൊ അതിനർത്ഥം നിങ്ങൾ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തന്നെയാണ് ഈ കേരളത്തിൽ വന്നിരിക്കുന്നതുകൊണ്ട് സാധാരണക്കാർ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ കുഴപ്പക്കാരില്ലെന്ന് എനിക്കറിയാം, ഞങ്ങളുടെ ഗ്രൂപ്പിലറിയാം. മറ്റേതൊരു കോൺഗ്രസ് നേതാക്കളെക്കാൾ നിങ്ങൾ ശുദ്ധരാണ്. നിങ്ങൾക്ക് അങ്ങനെ കഴിവുകളുടെ സാമ്പത്തിക ശേഷിയുണ്ട്. മറ്റു കുഴപ്പക്കാരുമല്ല, നല്ലവരുമാണ്, മനുഷ്യരെയാണ്. പക്ഷെ നിങ്ങളുടെ പ്രവൃത്തി ദോഷം. നിങ്ങളിപ്പം വെളിയിൽ നിന്ന് നിങ്ങളിത് രാജിവെക്കണത്, ഇവിടെ വന്ന് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുഖ്യമന്ത്രി ആണെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് രാജിവെച്ചാൽ പോരെ? അതങ്ങോട്ട് വിട്ടുകൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ ഡൽഹിയിൽ പോയത് കേരളത്തിൽ കുറ്റിയടിച്ചു. അപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കൾക്കും മനസ്സിലായി ഈ മനുഷ്യൻ വെറുതെ വന്നല്ല, ഇയാൾ മുഖ്യമന്ത്രി സ്ഥാനം കൊണ്ടുപോകുള്ളൂ, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ടുപോകുള്ളൂ. നിങ്ങൾ ഉപമുഖ്യമന്ത്രി ആവുമെന്ന് കണ്ടപ്പോൾ നിങ്ങളെ പെണ്ണേഴ്സ് ഉണ്ടാക്കി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെണ്ണേഴ്സ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എന്താ സിനിമ നടിയെ കിട്ടൂലേ, എനിക്ക് സുന്ദരിയെ കിട്ടൂലേ? ഈ ഒരു പേക്കോലത്തെ കിട്ടുമോ? ഏതോ ഏതാണ് ബ്യൂട്ടി പാർലർ ജോലി ചെയ്തൊരു പേക്കോലാണ്. ഒരു സ്ത്രീയുടെ ഒരു ഗുരുത്തമില്ല. അവർ നിങ്ങളുടെ ഇട്ടുമ്പോൾ നാണക്കെടുത്ത നിങ്ങൾക്ക് പരമാ നാണക്കെടുത്തിയാണ്. അത് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് കോൺഗ്രസ് നേതാക്കളെ മറ്റ് ആൾക്കാർ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോലെ. ഈ ആപത്തിലേക്ക് പോകുന്ന രാജ്യം ആപത്തിലേക്ക് പോകുമെന്ന് പറയാൻ കാരണം നമ്മുടെ സംസ്കാരം തന്നെ മാറി, പാഠ്യപദ്ധതി മാറി, ആകെ കൂടി ഇതാണ്.
നമ്മൾ ധരിക്കാൻ കൂടുതൽ ആഴത്തിൽ വിഷയങ്ങൾ വരുന്നുണ്ട് രാജ്യത്ത്, ആപത്ത് വരുന്നുണ്ട്. അത് എല്ലാവർക്കും ബാധകമാണ്. ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം. സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ഇവിടെ സംഘപരിവാറും ഹിന്ദു വർഗീയവാദികളും പറയുന്നുണ്ട് ഹിന്ദു അപകടത്തിൽ സ്വാതന്ത്ര്യം കിട്ടി 47 പോലും സ്വാതന്ത്ര്യം കിട്ടിയല്ല, 47 കിട്ടി. അതുപോലെ ഇങ്ങോട്ട് എത്ര കൊല്ലായി? 77, 75, 78 കൊല്ലായി. 78 കൊല്ലമായിട്ട് എന്നെങ്കിലും മുസ്ലിം ആധിപത്യം ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ? ഒരു പ്രസിഡന്റ് വന്ന് അത് അവർ വെച്ചാണ്. അല്ല, മുസ്ലിങ്ങൾ വെച്ചോ? മുസ്ലിങ്ങളല്ല, അത് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി വെച്ചു, ഇപ്പൊ മോഡിക്ക് വേണ്ടി വെച്ചു. വേറെ ആരാണ് ഇവിടെ മുസ്ലിങ്ങൾ വന്നിരിക്കുന്നത്? എവിടെ വന്നിരിക്കുന്നത്? ഏതെങ്കിലും മനസ്സിലാക്കാത്തത്? തന്നെയുമല്ല, ഇന്ധന വില വർദ്ധിച്ചപ്പോൾ അതിൽ 80% നിങ്ങൾ പറഞ്ഞ് 80% ഹിന്ദുക്കളാന്ന്. അപ്പോൾ അവർക്കെല്ലാം കൂടുതൽ കിട്ടുന്നത് മുസ്ലിങ്ങൾക്ക് 15% കിട്ടുള്ളൂ, നഷ്ടം വരുള്ളൂ. ബാക്കി 80% നഷ്ടം വന്ന ആർക്കാ? ഹിന്ദുക്കൾക്ക് തന്നെയല്ലേ? ഹിന്ദുക്കളെ എന്ത് ഉണർത്തി? ഈ BJP ഗവൺമെന്റ്, സംഘപരിവാർ ഗവൺമെന്റ് വെച്ചാൽ ഹിന്ദു സമുദായത്തെ എന്ത് ഉണർത്തി? ഇപ്പൊ BBC റിപ്പോർട്ട് വീണ്ടും വന്നിട്ടുണ്ട്. BBC റിപ്പോർട്ട് എന്താണ് ഗോത്ര സംഭവം? ഞാൻ അതൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ട് ഇപ്പൊ ഈ വയസ്സുകാലത്തൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കർണാടകക്കാരൻ ശിവകുമാറിനെ ഭാരമേൽപ്പിക്കുക. നിങ്ങൾ അവരെ കൂടെ സപ്പോർട്ട് ചെയ്യും. ഏത് രാഹുൽ ഗാന്ധി വേണമെങ്കിൽ ഒരു നേതാവില്ലാതെ നയിക്കുന്ന ഒരാളെ നിൽക്ക്. തൽക്കാലം ഈ ടൈം അങ്ങോട്ട് പോട്ടെ, എന്നിട്ട് ഭരണം വരട്ടെ. അപ്പം നിങ്ങൾ പ്രധാനമന്ത്രി ആകാൻ ഇത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ നിലക്ക് നിങ്ങൾ പ്രധാനമന്ത്രി കിട്ടിയ വെച്ചാൽ രാജീവ് ഗാന്ധി പറ്റുള്ളൂ. നിങ്ങൾ തോറ്റു, നിങ്ങൾ ഇട്ടുകൊണ്ടോണ്ടി വരും. ബെൽറ്റിടൂ. നിങ്ങൾ സജ്ജമായിട്ടില്ല. ഇപ്പോഴും സജ്ജമാണെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ അല്ലെങ്കിൽ മുകളിലേക്ക് പടിപടിയായിട്ട് പോകണം. ആയിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് MLA ആയിട്ടുണ്ടോ? ആകെ കൂടി എങ്ങനെ നിന്ന് MP ആയിട്ട് നല്ല ഒരു മന്ത്രി ആയിട്ടോ? പിന്നെ നിങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ടുണ്ടാക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളെ വെച്ചുകൊണ്ട് എങ്ങനെ പ്രധാനമന്ത്രി ആയ തന്നെ നിങ്ങൾക്ക് ഇത്ര പിടിച്ചു നിൽക്കാൻ പറ്റും? അത്ര കണ്ട് കുലുഷിതമാണ് ഇന്ത്യൻ രാഷ്ട്രീയം. ജനാധിപത്യത്തിൽ തന്നെ അങ്ങനെയാണല്ലോ. കാരണം ഭൂരിപക്ഷത്തിൽ പറയുമ്പോൾ അങ്ങനെയാണല്ലോ, രാജഭരണം പോലില്ലല്ലോ. അത് ഇത്രയൊന്നും പഠിച്ചാൽ പോരാ, ഇങ്ങനെ ചെയ്താൽ പോരാ. നിങ്ങൾ ദയവ് ചെയ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ മുന്നണിയോട് മൊയ്തീൻ ഷാ പറയണം, നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് കർണാടകയിലെ ശിവകുമാറാണ്. 4 പറ്റിയ ആള് ശിവകുമാറാണ് കർണാടകക്കാരൻ. അത് 2 കാര്യമാണ്. രാഹുൽ ഗാന്ധി പോലെ പാവല്ല, അയാൾ ഗുണ്ടായുസുണ്ട്, മര്യാദയുണ്ട്. കാരണം റോഡിൽ വീണ് കിടക്കുന്ന സ്ത്രീയെ നമ്മളവിടെ ഖുർആന ബൈബിള് ഓതിയിട്ട് കാര്യമുണ്ടോ? അവനെ കൊണ്ടുപോയി നമ്മൾ എന്തെങ്കിലും ആശുപത്രി കൊണ്ടുപോകണം. റോഡിലൊരുത്തൻ ബലാത്സംഗം ചെയ്യേണ്ട ഒരു സ്ത്രീയെ അവിടെ നമ്മൾ ബൈബിൾ ഓതിയിട്ട് കാര്യമുണ്ടോ? ആകുണ്ടാവില്ല. അവിടെ നമ്മൾ അവർ 2 കൊടുക്കണം. അതാണ് ഗുണ്ടായുസും വേണം, രാഷ്ട്രത്തിൽ മിതത്വം വേണം. രാഹുൽ ഗാന്ധി അറിയില്ല, കാരണം അദ്ദേഹത്തിന്റെ പാരമ്പര്യം വെച്ചാൽ ഒരു ഗുണ്ട പാരമ്പര്യമൊന്നുമല്ല. പെർഫെക്റ്റ് വെൽ ഡ്രസ്ഡ് ജെന്റിൽമാൻ എന്ന് രാഹുൽ ഗാന്ധി ഒരു സംശയം കാര്യത്തില്ല. പ്രിയങ്ക അത് തന്നെയാണ്. പക്ഷെ അത് രാഷ്ട്രീയത്തിൽ പോരാ, അതൊരു കഴിവല്ല. രാഷ്ട്രീയത്തിൽ കഴിവ് ശിവകുമാറിനെ പോലെ അടിക്കടി കടുക്കുകട അങ്ങനെ. ഇപ്പൊ ഇന്ന് ഇന്ത്യയിൽ അമിത്ഷാജിയെ പോലെയൊക്കെ അമിത്ഷായെ പോലെയൊക്കെ പിടിച്ചു നിൽക്കാൻ, മോഡിയെ പോലെ പിടിച്ചു നിൽക്കാൻ ഇന്ന് ഇന്ത്യയിൽ കഴിവുള്ള ഒരേ ഒരാള് ശിവകുമാറാണ്. സമ്മതിക്കോ നിങ്ങൾ? അതിന് ശശി തരൂരിനെ കൊടുത്തിട്ട് കാര്യമില്ല. ശശി തരൂർ അതൊന്നും പറ്റില്ല. പുള്ളിക്കൊന്നും ഗുഡായുസും പുള്ളിക്കറിയില്ല, വേറെ ലെവലാണ്. അത് നിങ്ങളിപ്പോൾ കലക്കി കളയാണ്. ഒന്നുമല്ലാത്ത രീതിയിൽ നശിപ്പിക്കില്ലേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ ക്ഷമ ചോദിച്ചു കൊടുക്കുക. എനിക്ക് ഏറ്റവും വലുത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ ജനങ്ങളാണ്. രാഹുൽ ഗാന്ധിയോടോ അല്ലെങ്കിൽ സതീശനോടോ ഒരു തകരാറില്ല. ഞാനൊരു നേതാവായിട്ട് കണക്കാക്കാണ്. പക്ഷേ രാജ്യം നിന്നില്ലെങ്കിൽ, മരം അറിയാതെ കൊടിയിട്ടാൽ മരം ഉണങ്ങുമ്പോൾ കൊടിയും പോവും. ഒരു ചെറിയ മരത്തിൽ വലിയ കൊടി ഇട്ട് കഴിഞ്ഞ് കൊടി വളരും, കുറച്ച് ചെയ്യുമ്പോൾ മരം ഉണങ്ങും എന്ത് ചെയ്യും? ഇട്ട കെട്ടെന്നും പോകുമെന്ന് പറയുമ്പോഴാണ് മരം പോയി കൊടി പോയി. അതുപോലെയാണ് രാജ്യം നശിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഒരിക്കലും നിങ്ങളോട് യാതൊരു ഇഷ്ടക്കുറവ് പിണക്കമൊന്നുമില്ല. മാത്രമല്ല നിങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ പാർട്ടി വരാൻ പോകുന്നില്ല ഒരിക്കലും. പിന്നെ നമ്മളെങ്കിലും നിങ്ങളോട് അസൂയായിരിക്കുന്നത് രാജ്യ നന്മ മാത്രമുള്ളൂ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.